ഞാനിപ്പോൾ കഴിഞ്ഞ കുറേ കാലം മുമ്പേക്ക് പോവുകയാണ്. പയ്യന്നൂർ കോളേജിൽ 1ാം വർഷ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലം KSU I ആണെന്ന്. അന്ന് കോളേജിനകത്ത് സംഘർഷം ഉണ്ടാവും ഇടയ്ക്കിടയ്ക്ക്. ഓടിച്ചെന്നെത്തുന്നത് പയ്യന്നൂരെ ബിൽഡിംഗ് സൊസൈറ്റിയാണ്. KP കുഞ്ഞിക്കണ്ണൻ ഡയറക്ടർ ബോർഡ് അംഗമായിട്ടുള്ള ബിൽഡിംഗ് സൊസൈറ്റി. അവിടെയാണ് അഭയം ഉണ്ടാവാറുള്ളത്. ആ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ സത്യത്തിലൊരു രക്ഷിതാവിൻ്റെ രൂപത്തിലായിരുന്നു KP എനിക്ക്. കണ്ണൂരിന് പുറത്ത് ആദ്യമായിട്ട്, ഞാൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു KSUവിൻ്റെ. ആദ്യമായിട്ട് പുറത്ത് പോകുന്നത് ഒരു പൊതുയോഗത്തിന് വടകരയിൽ. അന്ന് KP സംസ്ഥാന സെക്രട്ടറി, യൂത്ത് കോൺഗ്രസിൻ്റെ സെക്രട്ടറി എന്ന പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുമ്പോഴായിരുന്നു. ഞങ്ങൾ ഒന്നിച്ചായിരുന്നു ഭക്ഷണം, ഒന്നിച്ചായിരുന്നു യാത്ര, ഒന്നിച്ചായിരുന്നത്. അപ്പോൾ അന്ന് പാർട്ടി ഭിന്നിപ്പിൻ്റെ സമയത്ത് മിക്കവാറും ആളുകൾ, നേതാക്കന്മാരെല്ലാം മറുപക്ഷത്തായിരുന്നു. അപ്പോൾ KSU പ്രവർത്തകർക്ക് കിട്ടുന്ന ഒരു വലിയ ആശ്രയ കേന്ദ്രമായിട്ടുള്ള നിലയിലാണ് KP ബന്ധപ്പെട്ടത്. പിന്നെ എൻ്റെ നാട്ടുകാരനും കൂടിയാണ്. ഞങ്ങൾ ജനിച്ചു വളർന്ന ഒരു ഗ്രാമത്തിലാണ്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തിബന്ധങ്ങൾ അങ്ങനെ വളർന്ന് വലുതായി. പിന്നെ ഞാൻ KSU സംസ്ഥാന പ്രസിഡൻ്റായിരുന്നപ്പോൾ അദ്ദേഹം MLA ആയിട്ടുള്ള മുറിയിലാണ്, MLA ഹോസ്റ്റലിൽ ഞാൻ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നത്. പിന്നീട് അദ്ദേഹം കാസർഗോഡേക്ക് പോയി DCC പ്രസിഡൻ്റായി, MLA ആയി DCC പ്രസിഡൻ്റായി. ഞാൻ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളായി. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണൽ പതിവില്ലെങ്കിലും വളരെ വളരെ ഊഷ്മളമായ ബന്ധം ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു. സഹോദര തുല്യമായിട്ടുള്ള ബന്ധം ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു. കോൺഗ്രസ് പാർട്ടിക്ക് നഷ്ടപ്പെട്ടത് പാർട്ടിയുടെ ഏറ്റവും നന്മയുള്ള, ആദർശശുദ്ധിയുള്ള, നിഷ്കളങ്കമായ മുഖമാണ് നഷ്ടപ്പെട്ടത്. TP കുഞ്ഞിക്കണ്ണൻ മലബാറിലെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടിക്ക് KPCC ജനറൽ സെക്രട്ടറി ആയിട്ടും DCC പ്രസിഡൻ്റായിട്ടും MLA ആയിട്ടും ഒക്കെ തന്നെ ഏതെല്ലാം നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ തന്നെ കോൺഗ്രസ് പാർട്ടിക്ക് സൽപ്പേരുണ്ടാക്കാനും പാവപ്പെട്ടവരുടെ കൂടെ നിൽക്കാനുമുള്ള പരിശ്രമമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ അത് ഒരു ആക്സിഡൻറ്റിൽ പെട്ടപ്പോഴാണ്, ഞാൻ കാശ്മീരിലായിരുന്നു, അദ്ദേഹം വിളിച്ചു പോകുന്ന പറഞ്ഞു ഒരു പ്രശ്നമില്ല, ഒരു കാര്യമില്ല. അദ്ദേഹം തന്നെ എന്നോട് സംസാരിച്ചു. നിസ്സാരമായ പരിക്കേ ഉള്ളൂ. പക്ഷേ ഇന്നലെ രാത്രി 12:30 മണിക്ക് ഞാൻ ഗുരുതരാവസ്ഥയിലാണെന്ന് കണ്ട് ഇവിടെ ഓടി വന്നപ്പോൾ കണ്ടത് വളരെ സങ്കടകരമായ കാഴ്ചയായിരുന്നു. ഇന്ന് രാവിലെ അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞ് പോവുകയും ചെയ്തു. പാർട്ടിക്ക് നഷ്ടപ്പെട്ട, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ, ഏറ്റവും ശക്തനായ ഒരു നേതാവിനെയാണെങ്കിൽ വ്യക്തിപരമായി എനിക്കൊരു സഹോദരനെയാണ് നഷ്ടപ്പെട്ടത്. അഗാധമായ ദുഃഖമുണ്ട്. ഇന്ന് ഞാൻ ആ മൂഡിലല്ല. ഒറ്റ കാര്യം മാത്രം, അതായത് CPMൻ്റെ താക്കീതൊക്കെ ലംഘിച്ച് PV അൻവർ വീണ്ടും ഇന്ന് മാധ്യമങ്ങളെ കാണുകയാണ്. അതായത് PV അൻവർ പുറത്തേക്ക് എന്നാണ് അതിൻ്റെ ഒരു സൂചന. അങ്ങനെ PV അൻവർ പുറത്ത് വന്നാൽ കോൺഗ്രസ് അദ്ദേഹത്തെ സ്വീകരിക്കും. ഇതൊക്കെ ഊഹാപോഹങ്ങൾക്ക് ഞാനെങ്ങനെ മറുപടി പറയാം?